ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു അംബർല സ്കേർട്ടിൻ്റെയും ക്രോപ്പ് ടോപ്പിൻ്റെയും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇത് ഞാൻ എൻ്റെ മോൾക്ക് ബർത്ത്ഡേ ഡ്രസ്സായിട്ട് ചെയ്തെടുത്തതാണ്. മോൾ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാട്ടോ. അപ്പോൾ സ്കേർട്ടിനായിട്ട് 1.5 മീറ്റർ പ്രിന്റഡ് ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ക്രോപ്പ് ടോപ്പിനായിട്ട് 3/4 മീറ്റർ കോട്ടന്റെ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ക്രേപ്പിന്റെ കട്ട് പീസസ് ഉണ്ടായതുകൊണ്ട് ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് വാങ്ങിയിട്ടില്ല. സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ ലൈനിങ് വാങ്ങിയതായിരുന്നു. പരാഗ് ഫാഷൻസ് എന്നായിരുന്നു വാങ്ങിയത്. പക്ഷെ അവർ കട്ട് ചെയ്തിട്ട് തന്നത് വെറും 1/2 മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ വന്നിട്ട് ഞാൻ തുണി നിവർത്തി നോക്കിയപ്പോഴാണ് ഇത് 1/2 മീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടത്. അതുകൊണ്ട് അത് ഞാൻ മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്ക് രണ്ടാമത്തെ തവണയാണ് ഇതുപോലെ മെറ്റീരിയൽ വാങ്ങിയിട്ട് കുറച്ച് അളവിൽ മാത്രം അവർ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ബില്ലടിക്കുമ്പോൾ ഫുള്ള് നമ്മൾ പറഞ്ഞ അളവ് തന്നെയാണ് ബില്ലടിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ഡ്രസ്സ് ജാസ്മിൻ ജാഫറിൻ്റെ മോഡൽ ചെയ്തപ്പോൾ അതിൽ ലൈനിങ്ങിന് ഞാൻ 3/4 മീറ്റർ പറഞ്ഞത് അവർ 1/2 മീറ്റർ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തളിപ്പറമ്പ് പരാഗ് ഫാഷൻസ് പോയിട്ട് മെറ്റീരിയൽ എടുക്കുന്നവർ അവർ കറക്റ്റ് അളവ് തന്നെ മുറിക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ അനുഭവം ഇനി ആർക്കും വരാണ്ടിരിക്കട്ടെ. ഇതിനി അവിടെ വേറെ ആൾക്കൊക്കെ നടക്കുന്നുണ്ടോയെന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കിത് രണ്ടാമത്തെ പ്രാവശ്യം അനുഭവം ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കേർട്ട് ഇനി ലൈനിങ് വന്നിട്ടാകുമ്പം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആദ്യം ഇപ്പോൾ കയ്യിലുള്ള തുണി ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ലൈനിങ്ങിലാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഇതായി 2 പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് പിന്നൂത്തി കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ടും നമ്മുടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ടുള്ള ആ ഒരു വീതിക്കാണ് തുണിയും എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലെങ്ത്ത് ക്രോപ്പ് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്തും പിന്നെ അത് മടക്കി അടിക്കാനുള്ള ലെങ്ത്തും കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ താഴത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ലൈനിൽ വെച്ചിട്ട് നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്തും പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് വരുന്ന സൈഡിൽ നിന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 5 ഇഞ്ചാണ്. 5 ഇഞ്ച് തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്യുന്നത്. ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് ആക്കി വരയ്ക്കാം. ചെസ്റ്റ് റൗണ്ട് 23 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4 ഭാഗം എടുക്കുമ്പം 5.25 ഇഞ്ചാണ്. അത് നമുക്കൊരു 6 ഇഞ്ച് തന്നെ ആക്കി എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ആം ഹോൾ ഒന്ന് കർവ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി നെക്ക് എടുത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിലേക്ക് ഒന്ന് 1/4 ഇഞ്ച് ചെരിച്ച് വരച്ചു കൊടുക്കാം. നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ അമർത്തിയേക്ക്, അത് മറന്നു പോവല്ലേ. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ അളവ് തന്നെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആം ഹോളിൻ്റെ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആം ഹോൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 8 ഇഞ്ചോളം വീതിയും 13.5 ഇഞ്ചോളം ലെങ്ത്തും ഉള്ള ഒരു ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നടുവിലൂടെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നെക്ക് വിഡ്ത്തും ലെങ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെയാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒരു ഭാഗത്ത് നിന്ന് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചും ആണ്. അതിങ്ങനെ മാർക്ക് ചെയ്ത് ബോക്സ് ആക്കിയിട്ട് നമ്മളെപ്പം ചെയ്യുന്ന കണക്ക് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ഇനി ഈ റൗണ്ടിൻ്റെ പുറത്തേക്കൂടെ 1 ഇഞ്ച് വീതിക്ക് ഒരു റൗണ്ടും കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ 2 മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിൽ വരച്ച ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് നെക്ക് വിഡ്ത്ത് ഒന്നും കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ല. നമുക്ക് ബാക്ക് നെക്ക്
6.5 ഇഞ്ച് ലെങ്ത്തിൽ വി നെക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. വി നെക്കിൻ്റെ പുറമേയും ഒരു 1 ഇഞ്ച് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ 2 നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ലൈനിങ്ങിൻ്റെ പീസിൽ അയൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഗ്ലേസിങ് വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗം തുണിയിലേക്ക് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് തുണി വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് വെച്ചടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ തൊട്ടരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ക്യാൻവാസ് കയറിപ്പോകാൻ പാടില്ല. കുറേ ദൂരെയൊന്നും പോകാതെ അരികിലൂടെ കറക്റ്റാക്കി ആ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താലേ നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് തുണി വിട്ടതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് നേരെ ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം നമുക്ക് ഈ ടോപ്പിലേക്ക് ഹെം ചെയ്ത് കൊടുക്കുക വേണ്ടുന്നത്. എനിക്ക് പിന്നെ ഹെം ചെയ്യാൻ തീരെ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചതല്ല, ബുദ്ധിയില്ലാരോ കണ്ടുപിടിച്ചതാണ്. ഇതാണ് ഫ്യൂസിങ് ടേപ്പ്. നമുക്ക് ഹെം ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഫ്യൂസിങ് ഷീറ്റിനെ പോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ 2 സൈഡും നമ്മൾ അയൺ ചെയ്തെടുത്താൽ ഒട്ടി നിൽക്കുന്ന ടൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഹെം ചെയ്തെടുക്കേണ്ട ഈ ഭാഗത്ത് ഇങ്ങനെ ഇതടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്താൽ ഇത് 2 ഭാഗമായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പോൾ ഇത് നമ്മൾ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു. കണ്ടില്ലേ, നല്ല വശത്തേക്ക് സ്റ്റിച്ച് വന്നതും ഇല്ല, നമ്മുടെ ക്യാൻവാസ് അവിടെ ഒട്ടി നിൽക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുള്ള പീസ് തുണിയാണ് കട്ട് ചെയ്യുന്നത്. 3.5 ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് 2 ഇഞ്ച് വീതിക്കാണ് ഫ്രിൽസ് വേണ്ടുന്നത്. അപ്പം 2 സൈഡും മടക്കി അടിക്കുക. ചെറുങ്ങനെ ഒന്ന് മടക്കി അടിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് 3.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പീസ് നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ളായിട്ട് അളക്കുക. ഞാൻ കുറച്ച് ഡീപ്പായിട്ടാണ് ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഫ്രിൽസിനുള്ള തുണി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസുകളെല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് 2 വശത്തും നമുക്ക് 2 സൈഡും നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. 2 ഭാഗവും മടക്കി അടിച്ചു കൊടുത്തിട്ട് 1/2 ഇഞ്ച് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് നമ്മൾ ഫ്രിൽസിൻ്റെ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ടോപ്പ് എടുത്തിട്ട് 10 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നമ്മൾ നേരത്തെ നെക്ക് വരച്ച കണക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രിൽസ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ വി നെക്കിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രില്ല് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ എക്സ്ട്രാ വന്ന തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ സെൻറ്ററിൽ ഷോ ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഞാൻ പിന്നെ എൻ്റെ മോളുടെ പിറന്നാളിൻ്റെ തലേന്നാണ് ഇതിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷോ ബട്ടൺസ് ഒന്നും വാങ്ങിയിരുന്നില്ല. ഇനി നമുക്ക് വേഗം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്കേർട്ടിൻ്റെ തുണി ഇതുപോലെ 36 ഇഞ്ച് നീളത്തിൽ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്.
പക്ഷെ ഞാൻ മോളോട് വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തുണി ഞാൻ എങ്ങനെയൊക്കെയോ മുറിച്ചു പോയി. അതുകൊണ്ടാണ് ഞാനിത് ഫോൾഡ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കാത്തത്. പക്ഷെ എങ്ങനെയാ ഫോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ തുണിയെന്ന് വിചാരിക്കുക. 1.5 മീറ്റർ തുണി ഇതാണെങ്കിൽ ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കുക. അങ്ങനെ 4 ആയിട്ടാണ് നമ്മൾ മടക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മുടെ ഈ കോർണറാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് 2 ഭാഗത്ത് ഫോൾഡ് ആയിട്ടാണ് വരിക. പക്ഷെ എനിക്ക് കട്ടായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് കട്ട് ചെയ്യാണ്ട് മടക്കുന്നതാണെങ്കിൽ 2 ഭാഗം ഫോൾഡ് ആയിട്ട് തന്നെയാണ് കിട്ടുക. പിന്നെ താഴെ വരുന്ന ഭാഗമാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ കോർണർ ഫോൾഡ് വരുന്ന ഭാഗത്തെ കോർണറിൽ വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നിവർത്തി കൊടുത്താൽ ഫുൾ സർക്കിൾ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ എൻ്റെ തുണി നേരത്തെ കട്ടായി പോയത് കൊണ്ട് എനിക്കിപ്പോൾ 2 ഹാഫ് സർക്കിൾ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പം നമുക്ക് വേസ്റ്റ് റൗണ്ട് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ വേസ്റ്റിൽ എലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 8 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അളവാണ് നമുക്കിങ്ങനെ ഈ ഒരു കോർണറിൽ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കേണ്ടത്. ഞാനിപ്പോൾ 5.5 ഇഞ്ച് വെച്ചിട്ടാണ് ഇങ്ങനെ താഴേക്ക് ഈ ഒരു കോർണറിൽ നിന്ന് 5.5 ഇഞ്ച് 5.5 ഇഞ്ച് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇവിടെ ഒരു യു പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ലൈനിൽ വെച്ചിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ കോർണർ തൊട്ടിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കരുത്. നമുക്ക് 5.5 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ആ മുകളിൽ നിന്ന് ആ കോർണറിൻ്റെ ഭാഗത്ത് നമുക്ക് കട്ടായി പോകുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് വരിക. ഇനി അല്ല നിങ്ങൾക്ക് കോർണറിനാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഇത് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലെങ്ത്തും കൂടി നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ കൂട്ടിക്കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ കോർണറിൽ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പാവാട താഴെ മടക്കി അടിക്കാനില്ല, തയ്യൽ തുമ്പും കൂടി കൂട്ടാൻ മറക്കരുത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നിവർത്തി കാണിച്ചു തരുന്നില്ല, എൻ്റെത് കട്ടായിട്ടല്ലേ ഉണ്ടാവുക. ഞാനത് ലൈനിങ് കറക്റ്റാക്കി മടക്കിയതിന് ശേഷം ലൈനിങ് നിവർത്തി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ 1 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ടിനെക്കാളും ഒരു 3-4 ഇഞ്ച് കുറവേ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടു. അതുകൊണ്ടാണ് 1 മീറ്റർ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫുൾ തുണി ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ആദ്യം നടുവിലൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി നമ്മൾ സെൻറ്ററിലൂടെ മടക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഭാഗത്ത് ഫുൾ ഫോൾഡ് വരുന്ന സൈഡായിട്ടാണ് കിട്ടുക. ഈ മുകൾ ഭാഗത്തും വരും, ഇതിൻ്റെ സൈഡിലും ഫോൾഡ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെയിൻ ഫാബ്രിക് ഇതുപോലെ സൈഡ് ഭാഗം ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ കോർണർ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. താഴത്തെ ലെങ്ത്ത് മാത്രം 3 ഇഞ്ച് കുറച്ചിട്ടെടുക്കാം. അപ്പൊ ഇത് നമ്മൾ നിവർത്തി കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ഫുൾ സർക്കിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈ ഫാബ്രിക് സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് ഇതുപോലുള്ള ഒരു ഫുൾ സർക്കിളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് മെയിൻ ഫാബ്രിക്കുമായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം. ഈ അളവിൽ നമുക്കിനി ബാൻഡിനുള്ള എലാസ്റ്റിക് വെക്കാനുള്ള ബാൻഡിന് വേണ്ടിയിട്ട് തുണി മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ബാൻഡിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 2 ഇഞ്ച് എലാസ്റ്റിക് വെക്കാനായിട്ട് വേണം. പിന്നെ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് അത് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അങ്ങനെ 4 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് നമ്മൾ ആ ഫുൾ സർക്കിളിൻ്റെ ആ ഒരു റൗണ്ട് ആയിട്ടാണ് എടുത്തത്. പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഈ ബാൻഡിൻ്റെ 2 സൈഡും കൂടി ജോയിൻ ചെയ്യാനും കൂടി വെക്കണേ. എന്നിട്ട് നമുക്ക് ഉൾവശത്തേക്ക് നമുക്ക് ആദ്യം ഈ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ നല്ല വശം നമ്മുടെ പാവാടേൻ്റെ ലൈനിങ്ങുമായിട്ട്
ചേർന്ന് വരുന്ന രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇത് നമുക്കൊരു റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഫുൾ റൗണ്ടിന് നമുക്ക് ആ ബാൻഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ബാൻഡ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് പാവാടേൻ്റെ നല്ല വശത്തേക്ക് ബാൻഡ് ഇതുപോലെ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഇങ്ങനെ ആ സ്റ്റിച്ച് ഒന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് പോരെ ഗ്യാപ്പ് നമ്മൾ അവിടെ വെക്കണം. നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക് അരവണ്ണത്തിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 19 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. കയറ്റി കൊടുക്കുമ്പോൾ തിരിഞ്ഞു പോകാണ്ടൊക്കെ നോക്കണം. കറക്റ്റാക്കി വെച്ചതിന് ശേഷം പതിയെ പതിയെ കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ എലാസ്റ്റിക് ഇതുപോലെ കയറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ 2 അറ്റങ്ങളും ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിക്ക് വെച്ചതിന് ശേഷം കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ എലാസ്റ്റിക് നമ്മുടെ സ്കേർട്ടിൻ്റെ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വിട്ട ആ ഗ്യാപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് എലാസ്റ്റിക്കിൻ്റെ നടുവിലൂടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ എലാസ്റ്റിക് തിരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെ ഭാഗം മടക്കി അടിക്കുകയാണ് വേണ്ടത്. ഞാൻ ലൈനിങ് മാത്രമേ മടക്കി അടിക്കുന്നുള്ളൂ. മെയിൻ ക്ലോത്ത് പീക്കോ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ അംബർല കട്ടിൻ്റെ താഴെ ഭാഗം എങ്ങനെ മടക്കി അടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒറ്റൊരിക്കൽ മാത്രം മടക്കി അടിക്കുക. ഡയറക്റ്റ് ആയിട്ട് 2 തവണ മടക്കി അടിക്കാൻ നിന്നാൽ ചില സ്ഥലത്ത് ചുളി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഈ ഫോൾഡ് വന്നിട്ടുണ്ടാവുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആ ഭാഗത്തിൻ്റെ അരികിലൂടെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി മടക്കിയിട്ടാണ് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അമ്പർലി ഇങ്ങനെ കർവ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് എന്താ പറയുക മടക്കി അടിച്ചാൽ നീറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം അങ്ങനെ മടക്കി അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒറ്റ പ്രാവശ്യം ഇതിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും വലിച്ചു പിടിക്കാണ്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. വലിച്ചു പിടിച്ചാലും നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ലൈനിങ് ഫുള്ളായിട്ട് മടക്കി അടിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് പീക്കോ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ടങ്കീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ടങ്കീസ് എന്ന് പറഞ്ഞാൽ അറിയാം ഫിഷിംഗ് ലൈൻ അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നല്ലേ. കുറച്ചിങ്ങനെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ടങ്കീസാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ പീക്കോ ചെയ്ത് കൊടുക്കുമ്പോൾ ആ മടക്കുന്നതിൻ്റെ ഒപ്പരം തന്നെ ഈ ടങ്കീസും കൂടിയിട്ട് അതിൻ്റെ ആ സ്കേർട്ടിൻ്റെ കൂട്ടി പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടും ഫിനിഷ് ആയിട്ടുണ്ട്. ടങ്കീസ് വെച്ചത് കൊണ്ട് നല്ല ഇങ്ങനെ വേവി ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മളെ സ്കേർട്ടിൻ്റെ ലുക്ക് തന്നെ മാറ്റിയത് ആ ഒരു ടങ്കീസാണ്. നമ്മുടെ നാട്ടിൽ ടങ്കീസ് എന്നാണ് പറയാറ്. നമ്മുടെ ചൂണ്ടക്കയറൊക്കെ പോലത്തെ സാധനം. അപ്പം അത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ഫിനിഷിങ്ങിൽ ഈ സ്കേർട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാൻ ചെറിയൊരു ബോ വെച്ചിട്ടൊരു ക്ലിപ്പും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം ഏതാണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.